ഞാനൊരു ഉദാഹരണം പറയുകയാണ് കേട്ടോ വെറുതെ. ഇപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലൊരാൾ നേമത്ത് വന്ന് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 17 കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെട്ട ഈ നേമത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കും. കാര്യം അദ്ദേഹത്തിന്റെ ബ്രാൻഡും പിന്നെ ഈ പറയുന്ന BJP-യുടെ മണ്ഡലമാണ് എന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസും എല്ലാം അവിടെ അദ്ദേഹത്തിന് അനുകൂലമായി മാറും. പക്ഷെ അതേ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വരാൻ പോകുന്ന വെല്ലുവിളി ഇത് തന്നെയാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ മലയാളിയാണ്, എനിക്ക് മുണ്ടും മടക്കി കുത്താനും അറിയാം, ആവശ്യമുണ്ടെങ്കിൽ രണ്ട് വർത്തമാനം പറയാൻ അറിയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം മലയാളിയാകാൻ ശ്രമിക്കുകയാണ്. മലയാളിയാണ്, എന്നിരുന്നാൽ കൂടി ഞാൻ ഒരു തനി മലയാളിയാണ് എന്ന ഒരു ബ്രാൻഡിലേക്ക് അദ്ദേഹം ഉയരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് കാര്യമായി അങ്ങോട്ട് ഒരു ജോക്കർ പരിവേഷമാണ് ആൾക്ക്, നാട്ടുകാർക്ക്, മലയാളികൾക്കിടയിലുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ, അദ്ദേഹത്തിന്റെ ഒന്ന് ഈ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അത് കൃത്യമായി കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഇഷ്യൂ കൊണ്ടാണ് അത് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ മലയാളിയാണ് എന്ന് ഉറച്ചു പറഞ്ഞ ആ ബ്രാൻഡിൽ, അല്ലെങ്കിൽ അങ്ങനൊരു ബ്രാൻഡ് അദ്ദേഹം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പല കാര്യങ്ങൾ, ഈ പറയുന്ന ഭാഷയാവാം, വസ്ത്രധാരണമാകാം, അല്ലെങ്കിൽ ആളോട് സംസാരിക്കുന്ന രീതിയാവാം, ഇതൊന്നും അദ്ദേഹത്തിന് അതിനുമായി ബന്ധപ്പെടുത്തി മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അക്സെപ്റ്റൻസ് നിയമം പോലെയുള്ള അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്.